മൂത്തകുന്നം SNM ട്രെയിനിംഗ് കോളേജിലെ കലന്തിക 2026 വിദ്യാർത്ഥി യൂണിയൻ കലാലയ ദിനാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ ജിജോ സിറിയക് ഉദ്ഘാടനം ചെയ്തു. അവരാണ് തീരുമാനിക്കുന്നത് ഒരു ലോകത്തിന്റെ സമാധാനത്തെക്കുറിച്ച്. യുദ്ധങ്ങളിലൂടെ സമാധാനം നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് തീർച്ചയായും ഈ ലോകം മനോഹരമാക്കുന്ന ദൗത്യം ഏറ്റവും കൂടുതൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരാണ്. നിങ്ങൾ അധ്യാപകർ വിചാരിച്ചാൽ ഒരു പുഞ്ചിരി കൂടുതൽ വിരിയിക്കാൻ കഴിയും, ഒരു നന്മ കൂടുതൽ വിരിയിക്കുവാൻ കഴിയും, ഒരാളുടെ ആത്മവിശ്വാസം ഒരു പടി കൂടി വർദ്ധിപ്പിക്കുവാൻ കഴിയും. കോളേജ് വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ദാസ് KH അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജോജി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം സെന്റ് ജോസഫ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വിമൻ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രൊഫസർ ഡോക്ടർ ബെറ്റി PJ മുഖ്യാതിഥിയായിരുന്നു. HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത PS വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി അലൻ PS യൂണിയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. HMDP സഭാ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം, കോളേജ് മാനേജർ D മധു, PTA വൈസ് പ്രസിഡന്റ് ഷെറിൻ PS, SNM ട്രെയിനിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റുമായ ഡോക്ടർ KP അനിൽകുമാർ, MEd വിഭാഗം മേധാവി ഡോക്ടർ CK ശങ്കരൻ നായർ, സ്റ്റാഫ് സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ KS കൃഷ്ണകുമാർ, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ സീജ KR എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദീർഘകാലത്തെ സുസ്ഥിരമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത PSനും അസോസിയേറ്റ് പ്രൊഫസർ സുധ KPക്കും ഹെഡ് അക്കൗണ്ടന്റ് റോബർട്ട് PR-നും ആദരവോടുകൂടി യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. തുടർന്ന് അക്കാദമിക മികവുകൾ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും സർവകലാശാല കലാലയ തലത്തിൽ കലാമത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അപർണ B സ്വാഗതവും അഞ്ജിത VL നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. ശാസ്ത്രപരമായി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തിന്റെ പോരായ്മയുണ്ടായാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുള്ള, സൂചിപ്പിച്ച പോലെ നമ്മൾ ആർജിച്ചിട്ടുള്ള ആ മാനവികതയും ഒരുപക്ഷെ ആ സയന്റിഫിക് ടെമ്പറും ആ കൾച്ചർ ഓഫ് സൈലൻസ് എഗൻസ്റ്റ് വയലൻസ് അതൊക്കെ അച്ചീവ് ചെയ്യുവാൻ നമുക്ക് എന്തുമാത്രം സാധിക്കും എന്നത് എന്നല്ല എല്ലാവരെയും ആശങ്കയിലായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു ജോലിയാണ്. ഒരു സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫിൻ്റെ അടുത്ത് പറയാറുണ്ട്, അധ്യാപകരോടൊക്കെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ആ സ്ഥാപനത്തിൽ കയറി വന്ന് അതിൻ്റെ പൾസ്, അതിൻ്റെ കൾച്ചർ, അതിൻ്റെ സംസ്കാരം മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്നത് ഓഫീസ് സ്റ്റാഫാണ്. അപ്പം അണിയറയിൽ ഇരുന്നുകൊണ്ട് ഈ കോളേജിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ജോലി ചെയ്ത എല്ലാ സ്ഥാപനത്തിൻ്റെയും നല്ല നടത്തിപ്പിന് വേണ്ടി സാറ് ചെയ്ത സേവനങ്ങളും ഒരിക്കലും മറക്കാനാവില്ല. അതിന് ശേഷം ഇവിടെ പള്ളിയൊക്കെ പഠിപ്പിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സുമാന ഡീക്കൂടാണ് പ്രിൻസിപ്പലായി. 10 കൊല്ലം പ്രിൻസിപ്പലായി. ഇങ്ങനെ ഈ കോളേജ് BEd കോളേജ് കേരളത്തിലെ BEd കോളേജുകളിൽ ഒന്നാമത്തെ കോളേജുകളിൽ പെടുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെയും SNM ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ, ശ്രീനാരായണ മംഗലം ക്ഷേത്രം പ്രതിഷ്ഠ നടത്തുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം അനേക ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ് ഉപദേശം തന്നിട്ടുള്ളത്. മറ്റുള്ളവരെ വേണ്ടിയിട്ടൊന്നല്ല, പിന്നോക്ക വിഭാഗങ്ങൾ. I am also proud to announce that Dr. Nitin Das has been appointed as the manager of the NG University men's ball badminton team, coach of the women's ball badminton team, and a selector for judo and ball badminton. His leadership recently guided the Kottayam district women's team to the second position in the Kerala Senior Ball Badminton Championship. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫീൽഡും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നല്ല മെസ്സേജുകൾ തന്നു ശ്രീ ജിജോ സിറിയക് സാറും അതുപോലെ ജോജി അലക്സ് സാറും. അവരെ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ
അധ്യാപകരായി വരാൻ പോകുന്ന ഇനിയുള്ള ഈ തലമുറയിൽപ്പെട്ട ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത് അതിൻ്റെതായിട്ടുള്ള ശരിയായ സ്പിരിറ്റിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രയോഗങ്ങളും തിരിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. LP സ്കൂളിൽ മറ്റും പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപികമാരൊക്കെ ഞങ്ങൾക്ക് അമ്മമാരെ പോലെയായിരുന്നു. സ്നേഹത്തോടെ നല്ല രീതിയിൽ ഉപദേശിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയങ്കരായ അധ്യാപകരാണ്. ഇന്നും 1ാം ക്ലാസ്സിൽ അന്ന് ഇത്ര കാലമായി KG